എപ്പോഴും ഇങ്ങനെ മദ്യത്തിന്റെ പുറകെ അലയേണ്ട കാര്യം എന്താ? എന്ത്? എടാ, നമ്മളെ മാത്രം പ്രതീക്ഷിക്കുന്ന ചിലര് നമ്മുടെ വീട്ടിലുണ്ട്. മദ്യപിക്കുമ്പോ നമുക്ക് ചിലപ്പോ സന്തോഷം കിട്ടുമായിരിക്കും, പക്ഷേ അവരുടെ സന്തോഷം അതോടെ ഇല്ലാതാവില്ലേ? എന്തെന്ന്? നീ ചുമ്മാ കളിയാക്കില്ല സൂര്യ. വിട്ടേക്കടാ. എടാ, ഈ ശീലം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല. മേലില് ഈ മദ്യപാനം പാടില്ല, കേട്ടല്ല? എടാ സാമദ്രോഹി, കഴിച്ച 2 ദിവസങ്ങളും കഴിക്കണ്ടെന്ന് പറഞ്ഞ എന്നെ നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വീട്ടിൽ ചെയ്യുന്ന വേഷം കെട്ട് എല്ലാം ചെയ്തിട്ട് ഇപ്പൊ കുഴപ്പക്കാരൻ ഞാനായല്ലേ? ഐ എം സോറിടാ. നമുക്കിനി ഇത് വേണ്ട. അച്ഛനും നന്ദിനിയും രാവിലെ എന്നോട് കുറെ നേരം സംസാരിച്ചു. പാവങ്ങളാടാ, അവരുടെ സങ്കടത്തിന് മേലെ നമ്മുടെ സന്തോഷത്തിന് ആയുസൊന്നുമില്ല. നീ എല്ലായിടത്തും വയ്ക്ക, വാ. എന്നാ ഓക്കെ. എടാ, നീ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ അവരെ പോലെ സന്തോഷിക്കുന്ന ഒരാളാ ഞാനും. പക്ഷേ നീ നിർബന്ധിച്ചിട്ട് ഞാൻ വാങ്ങിച്ചെന്നില്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ. എടാ, വീട്ടിലെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാ. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ? ആ കുടുംബത്തിൽ നിന്ന് നന്ദിനിയും സൂര്യയും പരിപൂർണമായിട്ട് തുടച്ചു നീക്കിയ ദിവസം. ഇന്നത്തെ ദിവസം ഒരു ഇഷ്യൂവോ? അതെന്താ? ചുവര് നിറയെ ചിത്രങ്ങളാ. പത്മാ മേഡത്തിന്റെ കുടുംബ ചിത്രങ്ങളാ. അതിൽ നന്ദിനിയില്ല, സൂര്യയുമില്ല. എന്ത് ഭംഗിയായിട്ടാടാ അവരെല്ലാം ചെയ്തത്. എന്നെ ഇതുവരെ എതിർത്തവരാരും ഒന്നും ചെയ്തിട്ടില്ല. അവരെല്ലാം കൈമലർത്തി. ഒരേ ഒരുത്തി മാത്രം, സൂര്യ ഒന്നും അല്ലാതാക്കുന്ന ഒരേ ഒരുത്തി, ഹരിത. എടാ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യണം വിവേക്. എന്താ? ഓക്കെ അല്ലേ? പറ്റില്ലേ നിന്നെ കൊണ്ട്? സൂര്യ, നീ ഒരു കാര്യം പറഞ്ഞ നിനക്ക് വേണ്ടി ഞാൻ ജീവൻ തരും. ഇത് ഞാൻ ഏറ്റു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ വിവാഹ നിശ്ചയത്തിന് പോകുന്നു. ബാക്കിയല്ല അവിടെ. അയ്യോ, ഓഡിറ്റോറിയം അന്വേഷിച്ച് നിങ്ങൾ പ്രത്യേകം നടക്കേണ്ട കാര്യമൊന്നുമില്ല. വരണം. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിലുള്ള ഓഡിറ്റോറിയം. അതെ അതെ, ആ അസോസിയേഷന്റെ ഓഡിറ്റോറിയം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വീടിനകത്തൂടെ ഓഡിറ്റോറിയത്തിലേക്ക് വരാം. ഓക്കെ, ശരി ശരി. നമ്മുടെ രമേശനങ്ങൾ വന്നിട്ടുണ്ട്, ഞാനൊന്ന് വെൽക്കം ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മേപ്പിട്ട് വന്നാ മതി. ഓ ശരി. ശരി അങ്കിൾ. രമേശനങ്ങളെ, കഴിഞ്ഞ ഫംഗ്ഷന് വെള്ളമടിച്ച് ഫിറ്റായി പാട്ടുപാടിയ പോലെ അലുമ്പൊന്നുണ്ടായി കളയല്ലേ? ശരി. അവരെ വിജയ്ക്ക് അറിയായിരുന്നോ? നമസ്കാരം ചേച്ചി. നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവര് നാട്ടിലില്ല. വിവാഹമൊക്കെ ആവുമ്പോ അവര് വരുമായിരിക്കും. മമ്മി എന്തിയെ? മമ്മി അകത്തുണ്ട്. ശരി, ചെന്നട്ടെ. ഓ ശരി. ശരി ശരി. ഇന്ദ്രജെ, സംഗതിയൊക്കെ ഓക്കെ. തനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അളിയന്റെ കാര്യത്തിൽ ഫോട്ടോഷൂട്ടിന് വന്ന കോലം കണ്ടല്ലോ.
നിശ്ചയത്തിന് ഇനി ഏത് കോലത്തിലാണോ എന്തോ വരുന്നത്. തനിച്ചു വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നാട്ടിലുള്ള സകല കുടിയന്മാരെയും കൊണ്ടുവന്നിറക്കും. അവൻ എന്താന്ന് വെച്ചാ കാണിക്കട്ടെ, അല്ലാതെ അവനെ പേടിച്ചു മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റൂ. എന്താടി? എന്താ? വിജയ് ഇങ്ങോട്ട് വന്നേ. ദേ നോക്ക്.